ഹായ് ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി കക്കർച്ചി റോസ്റ്റ് ഉണ്ടാക്കാം. അത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആ ചെളിയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഒരു 1/2 കിലോളം ഉണ്ട്. ഇത് 1 കിലോ വാങ്ങിച്ചു, അതിലൊരു 1/2 കിലോ ആണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിനുശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറച്ച് സമയം അതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, എന്നാലേ അതിലേക്ക് ആ ഒരു മൊത്തത്തിൽ നമ്മളിട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ ഉള്ളൂ. നമുക്ക് 1/2 കിലോ ഉണ്ടാക്കുന്ന ഒരു കണക്കാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോണത്. അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറയാത്തൊരു സാധനമാണ് നമ്മുടെ എന്താ പറയുക, തേങ്ങാക്കുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ വേണം. പിന്നെ തക്കാളി പറഞ്ഞ പോലെ ആ ഫുള്ള് തക്കാളി ഞാൻ എടുത്തിട്ടില്ല, ഒരു 1/4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ സ്വാദുള്ളൂ. പിന്നെ അതിലേക്ക് നല്ല ജീരകവും പിന്നെ അതുപോലെ പെരിഞ്ജീരകവും, ഇത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക, അതും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒരു അടിപൊളി അതിൻ്റെ ഒരു പച്ചമണം തീരണ വരെ അത് നന്നായിട്ടിട്ട് വഴറ്റുക. അതിന് ശേഷം സവാള ഇട്ടിട്ടുണ്ട്. സവാളയുടെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, കുറച്ചൊരു കറിവേപ്പില സവാളയുടെ കൂടെ ഇടും, ആ ഒരു സ്വാദ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്നൊരു എന്താ പറയുക, കുറച്ചൊന്ന് വാടി വരുന്ന ആ ഒരു പരുവം. ആ ഒരു സമയത്ത് നമ്മൾ പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതേപോലെ കുരുമുളക് പൊടി, ഇത്തരം സാധനങ്ങൾ, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ എന്താ പറയുക, നന്നായിട്ട് ഇളക്കുക. എല്ലാം ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം. അതിനുശേഷം ഞാൻ ഇടുന്ന സാധനമാണ് ചതച്ച മുളകും കൂടി ഇടുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചതച്ച മുളകും കൂടി ഇടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ വേണം ഇളക്കി ഇതാക്കാനായിട്ട്. അതിന് കൂടെ അടുത്തായി ആഡ് ചെയ്യേണ്ടതാണ് തക്കാളി. ആ തക്കാളി 1/4 തക്കാളി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി അത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. എന്നാലേ ആ തക്കാളി നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുള്ളൂ, അതിൻ്റെ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കത് നോക്കുമ്പോൾ കാണാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കക്കർച്ചി എടുത്തിട്ട് അത് ഫുള്ള് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഫുള്ള് ഈ ഒരു നമ്മുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി വിടണം. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഈ ഒരു ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് അത് വേവണം. ഇത്രയും ഒരു തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാടില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ട് അടച്ചിട്ട് അത് വേവിക്കണം. അടച്ചൊരു ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റ് അടച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫുള്ളായിട്ട് വേവില്ല, ഒരു പകുതി വേവേ ആവുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്കതൊന്ന് അടച്ച് ഈ പറഞ്ഞ പോലെ ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക. അതിൻ്റെ അടി പിടിച്ചൊക്കെ ഉണ്ടാവും ചെറുതായിട്ടൊക്കെ. എൻ്റെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അടിയിൽ കുറച്ച് കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി അടിയിലത്തെ അതൊക്കെ നന്നായിട്ട് ഇളക്കി വിട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ സ്വന്തം മല്ലിയില എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ മല്ലിയില അവിടെയും ഇവിടെയൊക്കെ ഞാൻ ആഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ. വീണ്ടും നമ്മൾ ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. വീണ്ടും ഒരു 5-8 മിനിറ്റ് വീണ്ടും വേവിക്കുക. 5-8 ഒരു 10 മിനിറ്റോളം വേവിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ 1-2 പ്രാവശ്യം ഇളക്കിയായിരുന്നു. വീണ്ടും നമുക്കിത് കാണുമ്പോൾ അറിയാം ഫുള്ള് വെന്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ വീണ്ടും ഞാൻ മല്ലിയില ആഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ അതും വീണ്ടും ഒന്ന് ഇളക്കുക നന്നായിട്ട്. ഇപ്പോൾ സംഭവം വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കക്ക റോസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം, കമൻറ്റ് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചൊരു തേങ്ങാക്കൊത്തൊക്കെ ഇടാം, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു.